UDF എന്നാൽ പ്രധാനി കോൺഗ്രസ് അല്ല, ലീഗാണ്. ലീഗ് തന്നെയാണ് അമരക്കാരൻ. ആരും നേരെ പോകുന്നത് പാണക്കാടാണ്, അല്ലാതെ പെരുന്നയിലെ പോപ്പിൻ്റെ അടുക്ക പോകത്തില്ല, കണിച്ചുകുളങ്ങര തമ്പുരാൻ്റെ അടുക്കലും പോകത്തില്ല. പെരുന്നയിലെ പോപ്പൊക്കെ അപ്രസക്തനായി മാറി എന്നുള്ളതാണ്. പാണക്കാട്ടി എന്ന് കുമ്പിടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം സന്ദീപ് വാര്യരും പോയി പാണക്കാട് നമസ്കരിച്ചു, സാഷ്ടാംഗം. അപ്പം അവിടെ അടിയറവ് വെച്ചിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസം! പണ്ട് ഈ ചാനൽ ചർച്ചകളിലൂടെ മുസ്ലിം ലീഗിനെ തീവ്രവാദികളെന്നും പാകിസ്ഥാനിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തി. ആ സന്ദീപ് വാര്യർ ഇന്ന് പാണക്കാട് ശിഹാബലി തങ്ങളുടെ കാലു പിടിക്കാൻ പോയിരിക്കുക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എത്രത്തോളം വലിയ സാധ്യതകളുടെ കലയാണ് എന്നാണ് ഞാനിങ്ങനെ ചിന്തിച്ചു പോകുന്നത്. സന്ദീപ് വാര്യർ UDFിലേക്ക് വന്നപ്പോൾ തന്നെ ഞാനിത് നിരീക്ഷിച്ചിരുന്നു. കാരണം സന്ദീപ് വാര്യർ അടുത്ത പോകുന്നത് സ്വാഭാവികമായിട്ടും പാണക്കാട്ടേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ BJP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ, BJP എന്ന് പറയുന്ന പാർട്ടി ഡൈല്യൂട്ട് ചെയ്താൽ കോൺഗ്രസ് ആവും അല്ലേ? BJPയിൽ നിന്ന് ഹിന്ദുത്വം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ്. പക്ഷേ ആ കോൺഗ്രസിനെ ഇപ്പോൾ കാണുന്ന കോൺഗ്രസിൻ്റെ ലെവലിലോട്ട് എത്തിക്കണമെങ്കിൽ നമ്മളൊരു കാര്യം അതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഹിന്ദുത്വം പൂർണ്ണമായിട്ട് എടുത്ത് കളയണം, ഹിന്ദുക്കളിലെ മതേതരത്വം കുത്തി നിറയ്ക്കണം, എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു പ്രോ ഇസ്ലാമിക് ഐഡിയ കൂടെ അതിനകത്ത് ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ കോൺഗ്രസ്സിന് ഇപ്പോൾ കാണുന്ന ഒരു കോൺഗ്രസ്സിലേക്ക് വരൂ. അത് നമുക്കറിയാം. അംബേദ്കർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ അങ്ങേയറ്റം നിശിതമായി വിമർശിച്ച ആൾക്കാരാണ്. നമ്മുടെ മഹാത്മാഗാന്ധി ആണെങ്കിൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് മര്യാദയ്ക്ക് പിരിച്ചു വിട്ടണമെന്ന് പറഞ്ഞ ടീമാണ്. പിന്നീട് അംബേദ്കർ റിസർവേഷൻ നിർത്തണമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ആ റിസർവേഷൻ എടുത്ത് ന്യൂനപക്ഷങ്ങൾക്ക് അടക്കം കൊടുത്തുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോയി. അതിനുശേഷം സാറിനറിയാലോ 2003 മൻമോഹൻ സിംഗ് എന്താ പറഞ്ഞത്? രാജ്യത്തെ വിഭവശേഷിയുടെ ആദ്യത്തെ അവകാശികൾ ആരാണെന്നാണ് പറഞ്ഞത്? മുസ്ലിങ്ങളാണ് എന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് ഈ കോൺഗ്രസ് പാർട്ടിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഹിന്ദുക്കളെ മൈൻഡ് ചെയ്യാറേ ഇല്ല. അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് സന്ദീപ് വാര്യർ എത്തിപ്പെട്ടിരിക്കുന്നത്. സന്ദീപ് വാര്യർ എത്തിപ്പെട്ടിരിക്കുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് സംഘപരിവാറുകാരെല്ലാം പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ സന്ദീപ് വാര്യർ പറയുന്ന കാരണങ്ങളും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. സന്ദീപ് വാര്യർ പറയുന്ന കാരണങ്ങൾ BJP ശരിയല്ല, BJP എന്ന് പറയുന്ന പാർട്ടി സന്ദീപ് വാര്യർക്ക് ഒരു പരിഗണന കൊടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അതും നമുക്ക് അഡ്രസ്സ് ചെയ്യണം. ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തേത് സന്ദീപ് വാര്യർ അങ്ങോട്ട് പോയി പാണക്കാടേക്ക് പോയ കാര്യം. ഇനിയിപ്പോൾ വഖഫ് നിയമത്തെയൊക്കെ സന്ദീപ് വാര്യർ തള്ളിപ്പറയുമോ എന്നാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ പാകിസ്ഥാനിലേക്ക് പോടാ തീവ്രവാദി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസിൽ ചേർന്ന് പാണക്കാടേക്ക് പോയിരിക്കുകയാണ്. കോൺഗ്രസിൽ ചേരുമ്പോൾ സാറ് പറഞ്ഞതുപോലെ കണിച്ചുകുളങ്ങരയിലോട്ടോ അല്ലെങ്കിൽ പെരുന്നയിലോട്ടോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. പാണക്കാടാണ് ഇമ്പോർട്ടൻ്റ്. കാരണം ഈ പാണക്കാട് ചെന്നാൽ മാത്രം മതി ഈ കേരളത്തിലെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയുള്ള മുസ്ലിങ്ങൾ മതേതരനായിട്ട് സന്ദീപ് വാര്യരെ മുദ്ര കുത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി എത്ര നാളേക്കാണ് എന്ന് മാത്രമാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ സുഡാപ്പികൾക്ക് അവരുടെ ഒരു നേച്ചർ എന്താണെന്ന് ഞാൻ സാറിന് ഇപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം, സാറിന് അത് മനസ്സിലാവും. അതായത് ഇപ്പോൾ BJPയിലേക്ക് പണ്ട് BJPയെ തെറി വിളിച്ചുകൊണ്ടിരുന്ന ഒരു സുഡാപ്പി വരികയാണെന്ന് വെച്ചോ, ആ മൈൻഡ് സെറ്റുള്ള ഒരാൾ വരികയാണെന്ന് വെച്ചോ. അങ്ങനെ വരുമ്പോൾ BJPക്കാർ അവരെ മാലയിട്ട് സ്വീകരിക്കും. BJPക്കാർ മാലയിട്ട് സ്വീകരിച്ചിട്ട് പറയും, കണ്ടോ നമ്മുടെ ആദർശത്തിൽ ഒരു മുസ്ലിം വന്നിരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറയും. അബ്ദുള്ള കുട്ടിയൊക്കെ വന്നപ്പോൾ. എന്നാൽ ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ടേക്ക് പോകുമ്പം സാറ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവരെത്രയൊക്കെ അടുപ്പിച്ചാലും ഒരു അകൽച്ച പാലിക്കും. അവരുടെ മനസ്സിൽ എല്ലാ കാലത്തുമുണ്ട്. സുഡാപ്പികളുടെ ഒരു ലൈൻ അതാണ് എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ഒരിക്കൽ അവരെ എന്തെങ്കിലും ഒരു ആദർശത്തെയോ ഒരു വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അവർ മരിക്കുവോളം അത് വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഇലക്ഷൻ സ്റ്റണ്ടാണ്, പാലക്കാട് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റണ്ടാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സന്ദീപ് വാര്യർ ഒറ്റപ്പാലത്തെ സീറ്റാണ് സന്ദീപ് വാര്യർ ലക്ഷ്യമിട്ട് പോയിരിക്കുന്നത്. ഒറ്റപ്പാലത്തെ സീറ്റ് സന്ദീപ് വാര്യർ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സരിൻ അവിടെ നിന്നും മാറിയല്ലോ. സരിന് പകരം സന്ദീപ് വാര്യർ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്നാൽ ഇപ്പോൾ എന്തായാലും പാർട്ടിയുടെ കയ്യിൽ ആ സീറ്റില്ല, കോൺഗ്രസിൻ്റെ കയ്യിൽ. സന്ദീപ് വാര്യർ ജയിച്ചാൽ ബോണസ്, ജയിച്ചില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, അത് സന്ദീപ് വാര്യർ സഹിച്ചോളും എന്നുള്ള രീതിയിലായിരിക്കും കോൺഗ്രസ് കാര്യങ്ങളെ പ്ലാൻ ചെയ്യുന്നത്. രണ്ടായിരുന്നാലും കോൺഗ്രസിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ സക്സസ് ആണ് എന്നുള്ള രീതിയിൽ അവരിയ്ക്കുന്നു. പിന്നെ സന്ദീപ് വാര്യരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസിൻ്റെ വേറൊരു മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഈ 2 ടേമും, അതായത് പിണറായിയും കയറിയ 2 ടേമും CPMൻ്റെ പ്രധാനപ്പെട്ട ആരോപണം, നരേന്ദ്രമോദി അധിക പ്രബലനായി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദി 2014 കയറിയപ്പോൾ മുതലേ ഇവിടെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. മോദി വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു മുസ്ലിമിനെ ചുട്ട് തിന്നിട്ട് മാത്രമേ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇരിക്കുകയുള്ളൂ എന്ന് പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാരെല്ലാം കൊണ്ടുപിടിച്ച്
പിടിച്ചുകൊണ്ട് BJP-യിലോട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോൺഗ്രസിനെ ഇവിടെ അധികാരത്തിൽ ഏറ്റിക്കഴിഞ്ഞാൽ അവർ നാളെ ഒരു സുപ്രഭാതത്തിൽ BJP ആവില്ലെന്ന് ആര് കണ്ടു എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാണ് ഇവിടെയുള്ള ഈ കോൺഗ്രസ്സുകാർ CPM-കാർ കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. പിണറായിയുടെ മികവോ കാര്യങ്ങളോ ഒന്നുമല്ല സത്യം പറഞ്ഞാൽ CPM-നെ ഇവിടെ 2 തവണ ഭരണത്തിലേറ്റിയത്. അത് നരേന്ദ്രമോദി 2 തവണ അവിടെ കയറിയത് കൊണ്ട് ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക്. കോൺഗ്രസ് ഇവിടെ കയറി കഴിഞ്ഞാൽ നാളെ അവർ BJP ആയി എന്ത് ചെയ്യും? ഭയം. അതാണ് വിഷയം, ഭയമാണ് വിഷയം. ഇപ്പോൾ ഇവിടെയുള്ള മുസ്ലിം സംഘടനകളെ ഭയമോ നമുക്ക് എന്നൊക്കെ പറയും. ഇവന്മാർക്ക് ഭയങ്കര പേടിയായിരുന്നു നരേന്ദ്രമോദി. അതിൽ ഒരു തർക്കവും വേണ്ട, ഞാൻ എഴുതിത്തരാം. ഭയങ്കര പേടിയായിരുന്നു. പോരാത്തതിന് CPM ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ എന്ന് പറഞ്ഞാൽ അലിവയും മത്തിക്കറിയും പോലെ രണ്ടുപേരുടെ ആശയങ്ങളും 2 എക്സ്റ്റെൻഡിൽ അവിടെ ഇവിടെയാണ് നിൽക്കുന്നത്. CPM എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികളാണ്, അതേസമയം ഇവിടെയുള്ള ഇസ്ലാം സമൂഹം എന്ന് പറഞ്ഞാൽ തീവ്ര വിശ്വാസികളാണ്. അപ്പോൾ ഇവരെങ്ങനെ ഒത്തുചേർന്നു എന്നുള്ളൊരു സംശയം നമുക്കുള്ളിൽ വരത്തില്ലേ? അവർ ഒത്തുചേർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പേടി, നരേന്ദ്രമോദിയെ പേടി. എങ്ങനെയെങ്കിലും CPM എങ്കിൽ CPM, BJP വരാതിരുന്നാൽ മതി. വേറെ ലീഗിനെ ഇടതുപക്ഷത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ലീഗിനെ കൂടെ അവർ കടന്നാക്രമിച്ചു. ആര്? CPM കടന്നാക്രമിച്ചിട്ടുണ്ട്. ലീഗിനെ കൂടെ അവർ കടന്നാക്രമിച്ചിട്ടുണ്ടെന്ന് വേറൊരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. സന്ദീപ് വാര്യരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിലൂടെ സന്ദീപ് വാര്യർ ഒരു വലിയ മുഖമാണ്, BJP-യുടെ വലിയ മുഖമാണ്. കാരണം സന്ദീപ് വാര്യരെക്കാട്ടിലും പ്രവർത്തിക്കുന്നതും സന്ദീപ് വാര്യരെക്കാട്ടിലും നല്ല ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ പോലും സന്ദീപ് വാര്യർ ചാനൽ ചർച്ചയിൽ ഇന്ന് അതിഭീകരമായിട്ട് അങ്ങ് ഫേമസ് ആയിപ്പോയി. അറിയാലോ, കുറുക്ക് വഴിയാണ് ചാനൽ ചർച്ച എന്ന് പറയുന്നത്. ഒരു പ്രവർത്തനം നടത്തണ്ട, വൈകുന്നേരം വന്ന് ചാനൽ ചർച്ചയിൽ ഇരുന്ന BJP നേതാക്കളെല്ലാം ഫേമസ് ആണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരെ എല്ലാവർക്കും അറിയാം. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ഇവർക്കൊരു ബോധം ഉണ്ടാക്കാൻ, ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വെളിയിലുള്ള കോൺഗ്രസ് അല്ല, കേരളത്തിലെ കോൺഗ്രസ്. കേരളം എന്ന് പറഞ്ഞാൽ പ്രബുദ്ധമാണ്. കേരളത്തിലെ കോൺഗ്രസ് വ്യത്യസ്തമാണ്. കേരളത്തിലെ കോൺഗ്രസിലേക്ക് BJP-യുടെ ആൾക്കാർ വരും. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇത് 2026 തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് വലിയ ഒരു മേൽക്കൈയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, സന്ദീപ് വാര്യർ പാണക്കാട് ശിഹാബ് അലി തങ്ങളുടെ അടുത്തേക്ക് പോയ കാര്യം എന്ന് പറയുന്നത്, അങ്ങോട്ടേക്ക് പോയിട്ട് സന്ദീപ് വാര്യർ അവിടെ പോയിട്ട് BJP-യെ കടന്നാക്രമിച്ചിരിക്കുകയാണ്. സന്ദീപ് വാര്യർ പറയുന്നത് BJP തനിക്കെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ തിരിച്ച് അവരിലേക്ക് തന്നെ ചെന്ന് പതിക്കും എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ഏതെങ്കിലും ഓഫറിൻ്റെ ഭാഗമായിട്ടാണ് വന്നതെങ്കിൽ എനിക്ക് ഓഫർ നൽകാൻ കഴിയുന്ന ആളുടെ അടുത്തേക്ക് പോകാമായിരുന്നല്ലോ എന്ന് സന്ദീപ് വാര്യർ പറയുന്നു. ഇതൊക്കെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഉത്തരങ്ങളാണ്. കൃത്യമായിട്ടും ഓഫറിന് വേണ്ടി തന്നെയാണ് സന്ദീപ് വാര്യർ വന്നത്. സന്ദീപ് വാര്യർ ഇവിടെ മൈക്ക് കിട്ടിയില്ല, കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ സന്ദീപ് വാര്യർ അവഗണിക്കപ്പെട്ടതിനേക്കാളും കൂടുതൽ സന്ദീപ് വാര്യർക്ക് ആ ഒരു അധികാരം, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, ആ ഒരു ലൈം ലൈറ്റിൽ നിൽക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ കോൺഗ്രസിലേക്കാണ് പോയിരിക്കുന്നത്. കോൺഗ്രസിലാണെങ്കിൽ A to Z ഗ്രൂപ്പാണ്. ഇസഡും കഴിഞ്ഞ് അവർ ഈ വെച്ച് ഗ്രൂപ്പുകൾ തുടങ്ങാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കോൺഗ്രസ് അവിടെ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സന്ദീപ് വാര്യർ അവിടെ പോകുമ്പോൾ സന്ദീപ് വാര്യർ പറയുന്നു ഞാൻ സീറ്റ് മോഹിച്ചല്ല പോയെന്ന് പറയുന്നു. അപ്പോൾ ഇതങ്ങനെയല്ല യഥാർത്ഥത്തിൽ. ഈ 2 ടേം പിണറായി ഭരിച്ച് മുടിച്ചു. അടുത്ത തവണ എന്തായാലും കോൺഗ്രസ് വരാനുള്ള ഒരു സാധ്യത ഒരു 70-30 ആണ്. അതായത് 30% CPM-നും 70% കോൺഗ്രസിനും ഉണ്ട് എന്നുള്ള കാര്യം സന്ദീപ് വാര്യർക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തെ സീറ്റ് സന്ദീപിന് കിട്ടും. അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെ ചേർന്ന് നിന്നാൽ പോരെ. 5 കൊല്ലം ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെ ചേർന്ന് നിന്നാൽ എന്താ പൊളിക്കൂ? അങ്ങനെയാണ് സന്ദീപ് വാര്യർ. കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ആണ്. ആദ്യം CPI-യിലേക്ക് പോകുമെന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നത്. അതിനൊരിക്കലും ഒരു സാധ്യതയില്ല. കാരണം CPI-യിലേക്ക് പോയി കഴിഞ്ഞാൽ CPI അവിടെ നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുകയാണ്. CPM-ലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത തവണ അവർക്ക് ഭരണം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത തവണ CPM-ന് കേരളത്തിൽ ഭരണം കിട്ടിയില്ലെങ്കിൽ മാത്രമല്ല ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ അടുക്കൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അത്രയും പെട്ടെന്ന് അങ്ങോട്ട് കയറി പോകത്തില്ല. കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതമായി പോകും. സാരിന്റെ ഭാവി എന്താണ് നമുക്ക് അതെ അതറിയാം. അപ്പോൾ പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടിയിലേക്കാണ് ഞാൻ കടന്നു വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവർക്ക് ഭരണവും ഇല്ലായിരുന്നു ഈ സമയം ഭരണമില്ലായിരുന്നെങ്കിൽ ഇനി 2.5 കൊല്ലത്തിനകം കോൺഗ്രസ് ഇവിടെ ഭരണം കിട്ടുമെന്ന ശുഭാപ്തി വിശ്വാസവും ഉത്തമ പ്രതീക്ഷയും ഉറപ്പായിട്ടും സന്ദീപ് വാര്യർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും പാണക്കാട് ശിഹാബ് അലി തങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വേറെ ചില കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഞാൻ വന്നതെങ്കിൽ ഇതിലും കൂടുതൽ അവസരങ്ങൾ സ്വാഭാവികമായി പ്രതീക്ഷിക്കാമായിരുന്നു എന്ന് സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഫാക്ടറിയിൽ പ്രവർത്തിച്ച് മടുത്തതിൻ്റെ പേരിലാണ് ഞാൻ വിശ്വസിച്ചിരുന്ന പ്രത്യയശാസ്ത്രത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ടാണ് UDF-ന്റെ മാനവികതയുടെ പക്ഷത്തേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത് എന്ന് സന്ദീപ് വാര്യർ പറയുന്നു. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തെയും പ്രസ്ഥാനമാണ് ഇതെന്ന് സന്ദീപ് വാര്യരെ പുറത്താക്കി നിർത്തിയ സമയത്തെ സന്ദീപ് വാര്യർക്ക് അറിയാമായിരുന്നു. എന്തുകൊണ്ട് അന്ന് വന്നില്ല? സന്ദീപ് വാര്യർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇവിടെ എനിക്കൊരു സ്റ്റേക്ക് കിട്ടുമോ, ഒരു ഹോൾഡ് കിട്ടുമോ, പിന്നിലുള്ള അണിയറ ചർച്ചകൾ
അങ്ങനെ നിൽക്കുകയല്ലോ. കാരണം അങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യർ ഹലാൽ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലാണ് സന്ദീപ് വാര്യരെ പുറത്താക്കിയെന്നാണ് പറയുന്നത്. കാരണം ഹലാൽ വിഷയം ഇവിടെ BJP ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയമൊന്നുമല്ല, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയമല്ല. ആ വിഷയത്തിൽ സന്ദീപ് വാര്യർ ഒന്ന് ആൾ കളിക്കാൻ നോക്കി, മാനവികതയും മതേതരത്വവും പറഞ്ഞ് സന്ദീപ് വാര്യർ, യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഒരു MLA സീറ്റ്. സന്ദീപ് വാര്യർ കൃത്യമായിട്ട് അറിയാം, കേരളത്തിൽ വർഗീയത പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യില്ല. കുറച്ചൊക്കെ മതേതരത്വവും മാനവികതയും ഇടയ്ക്കിടയ്ക്ക് തൂവി കൊടുക്കണം. നമ്മുടെ മീഡിയ 1 ചാനൽ 10 നിഷ്പക്ഷ വാർത്ത കൊടുക്കുന്നതിനിടയിലാണ് ഒരു സുഡാപ്പി വാർത്ത കയറ്റി വിടുന്നത്. ആരെങ്കിലും അറിയുന്നുണ്ടോ? പറയുമ്പോൾ എന്താണ് നല്ല ചാനൽ എന്നല്ലേ ആൾക്കാർ പറയുന്നത്. പക്ഷേ വിഷം കുത്തി വയ്ക്കുന്നത് ആരും അറിയുന്നില്ല. അതുപോലെ സന്ദീപ് വാര്യർക്ക് അറിയാം. അതാണ് ഇവിടെയുള്ള സകല പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും അവർ ചെയ്യുന്നത് വർഗീയത അവർക്ക് ഉള്ളിൽ തന്നെ ഉണ്ട്. അവർ നടത്തുന്ന വർഗീയ പ്രീണനങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ അവർ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മാനവികത, കുറച്ച് മതേതരത്വം, കുറച്ച് മതനിരപേക്ഷ എന്ന് പറഞ്ഞ കാര്യങ്ങൾ തൂവി കൊടുക്കും. മറ്റേ പുട്ടിന് പീര എന്നതുപോലെ അത് ആവാനായിട്ട് സന്ദീപ് വാര്യർ ശ്രമിച്ചു. പക്ഷേ സന്ദീപ് വാര്യരെ പിടിച്ച് പുറത്താക്കി എന്നാണ് സന്ദീപ് വാര്യർ. അങ്കി പിന്നെ അന്നേ വരണമായിരുന്നു. നിങ്ങൾ എന്തിനു വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. നിങ്ങൾക്ക് അന്ന് അറിയത്തില്ലായിരുന്നു നരേന്ദ്രമോദി വെറുപ്പുളവാക്കുന്നവനാണെന്ന് എന്നുള്ളൊരു ചോദ്യം അവിടെ ശക്തമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ അത് ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. UDFൻ്റെത് മാനവിക പക്ഷമാണെന്ന് പറയുന്നുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പാർട്ടിയാണ്, പാകിസ്ഥാനിലേക്ക് പോടാന്ന് പറഞ്ഞ പാർട്ടിയാണ്. രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയാണ് ഇവിടെ സിഖ് കലാപം നടത്തിയത് എന്നുള്ളത് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്രയും വലിയൊരു പാർട്ടിയിലേക്കാണ് പോയിരിക്കുന്നത്. ഭരണഘടന സസ്പെൻഡ് ചെയ്ത് ഭരണഘടനയെ അവർ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ചില്ലറെ കയ്യും കണക്കുമില്ല. ഭരണഘടനയെ ദ്രോഹിച്ച തുരങ്കം വയ്ക്കുന്ന ആൾക്കാരിൽ ഒരു സ്കോർ എടുത്താൽ കോൺഗ്രസിന് 100 ആണെങ്കിൽ BJPക്ക് ഇത് 0 ആയിരിക്കും. സാറിന് അറിയാമല്ലോ, ഭരണഘടന അടിയന്തരാവസ്ഥ കാലത്ത് ഒരാൾ വന്ന് നമ്മളെ ആക്രമിക്കാനായിട്ട് വരികയാണെങ്കിൽ നമുക്ക് കോടതിയിൽ പോയി കേസ് കൊടുക്കും. നമ്മളൊരാൾ ആക്രമിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകാം, കോടതിയിൽ പോകാം. അന്ന് അതിന് അങ്ങനെ പോകാൻ പാടില്ല. അത് പ്രത്യേക നിയമം. അതായത് ഞാൻ വന്ന് താങ്കളെ കത്തിക്കൊണ്ട് കുത്തിക്കൊന്നാൽ കോടതിയിൽ പോലും പോകാൻ പറ്റില്ല. അത് നിയമമായിരുന്നു അന്ന്, അടിയന്തരാവസ്ഥ കാലത്ത് നിയമം. പിന്നെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു ഇലക്ഷൻ ജയിച്ചല്ലോ, അത് അയോഗ്യമാക്കാനുള്ളൊരു സാഹചര്യം വന്നപ്പോൾ പാർലമെൻറ്റിൽ ഇവർ കൊണ്ടുവന്ന എന്താ അറിയോ, പ്രധാനമന്ത്രിയുടെ ആ പദത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതൊക്കെ കൊണ്ടുവന്ന ടീമുകളാണ്. അപ്പോൾ അവരുടെ ഇതൊക്കെ സന്ദീപ് വാര്യറിനും അറിയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയറ്റിലേക്ക് വെള്ളമൊഴിക്കാനും മാർഗമായിട്ട് രാഷ്ട്രീയത്തെ കാണുന്നത് കൊണ്ടാണ് സന്ദീപ് വാര്യർ ഇത്തരത്തിലേക്കുള്ള കോൺഗ്രസിലേക്ക് ചേക്കേറിയത് എന്ന് മാത്രമേ പറയാനുള്ളൂ.